ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ 2 days to go പോസ്റ്റർ വന്നിരുന്നു. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇന്നിപ്പോൾ 1 day to go പോസ്റ്റർ വന്നിട്ടുണ്ട്, അതും ഞാൻ കാണിക്കാം. പിന്നെ തിരുമാനിക്കം എന്ന് പറഞ്ഞ ഓഡിയോ ജൂക്ക് ബോക്സ് ഇന്നലെ 4 മണിക്ക് ദേവശ്രീ പ്രസാദ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ഇ ഡി അല്ലെങ്കിൽ എക്സ്ട്രാ ഡീസൻ എന്ന് പറഞ്ഞിട്ടുള്ള സുരാജ് വെഞ്ഞാറമൂടും മെയിൻ കഥാപാത്രം എത്തുന്ന പടം. അവിടുത്തെ ഇന്റർവ്യൂസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഇന്റർവ്യൂവിൽ എല്ലാവരും കോട്ട് ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫങ്കി എന്ന് പറഞ്ഞിട്ടൊരു പടത്തിന്റെ കാസ്റ്റിംഗ് കൂടെ ഇട്ടിട്ടുണ്ട്. വിശ്വക് സെൻ അഭിനയിക്കുന്ന പടമാണ്. സിത്താര എന്റർടൈൻമെന്റ്സ് പടത്തെ അനൗൺസ് ചെയ്ത പടമാണ്. ഒരു ഫാമിലി എന്റർടൈനർ പടമാണ്. ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല, ആർക്ക് വേണമെങ്കിലും നോക്കാവുന്നതാണ്. അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി വെക്കുക. പിന്നെ ശ്രീമുരളിയുടെ ബർത്ത്ഡേ ആയിട്ട് 2 പടങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിലത്തെ ഒരു പടമാണ് പറാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം. ഡിസംബർ 2025 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ ഹലേഷ് കോകുണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. പിന്നെ അനൗൺസ് ചെയ്തിട്ടുള്ള പീപ്പിൾ മീഡിയ ഫാക്ടറിയുടെ 47ാമത്തെ പ്രൊഡക്ഷനിൽ വരുന്ന പടമാണ്. അത് ജസ്റ്റ് പേരൊന്നും ഇട്ടിട്ടില്ല, പ്രൊഡക്ഷൻ നമ്പർ 47 എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതിലും ബർത്ത്ഡേ വിഷയം കൊണ്ട് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഡക്കോയിറ്റ് എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് അദ്വശേഷിന്റെ ബർത്ത്ഡേ ആയിട്ട് 2 പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. മൃണാൽ താക്കൂറാണ് ഇതിൽ നായിക എത്തുന്നത്. 2 കുഴപ്പമില്ലാത്തൊരു പോസ്റ്റർ ആയിട്ടാണ് തോന്നി. പിന്നെ G2 ഗൂഢാചാരി 2 എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ബർത്ത്ഡേ വിഷയം കൊണ്ട് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പോസ്റ്റേഴ്സൊക്കെ കിട്ടുന്ന ക്വാളിറ്റി പോസ്റ്റേഴ്സാണ്. ഇതും അതേപോലെ തന്നെ എനിക്ക് തോന്നിയത്. പിന്നെ പുഷ്പ ദറൈസ് എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ട് 3 വർഷമായിട്ടുണ്ട്. അവർ നല്ല പടമായിരുന്നു. പിന്നെ 2ാം ഭാഗമായിട്ടുള്ള ആവറേജ് പടം എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ആ പടം കേരളത്തിൽ 15 ഓടിയൻ്റെ ഒരു പോസ്റ്റർ ഇറക്കി. പിന്നെ ഹിന്ദിയിൽ നിന്ന് മാത്രമേ ഈ പടം 582 കോടിയിലും കൂടുതൽ നേടി എന്നുള്ള ഒഫീഷ്യൽ കൺഫേം ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറങ്ങി. പിന്നെ ബച്ചല മല്ലി എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങുന്നു. അത് 5 മില്യൺ+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പടത്തിന് URA സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ കങ്കുവ എന്ന് പറഞ്ഞ ഫുൾ ആൽബം പുറത്തിറങ്ങിയിട്ടുണ്ട്. വേണ്ടവർക്ക് കേട്ടോക്കാം, അല്ലാത്തവരോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞ ബുജ്ജി തള്ളി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് 30 മില്യൺ+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. അതായിരുന്നു ഇതിലത്തെ ഫസ്റ്റ് സിംഗിൾ. എന്തായാലും 2ാമത്തെ പാട്ട് വരാൻ പോവാണ്. ശിവശക്തി എന്നാണ് പാട്ടിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഡിസംബർ 22 പാട്ട് പുറത്തിറങ്ങിയ. എന്തായാലും ഒരു ലോഞ്ച് ഇവന്റ് അടക്കമുണ്ട് ഈ പാട്ടിനായിട്ടുള്ളത്. കാശിയിൽ വെച്ചിട്ടാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മാക്സ് എന്ന് പറഞ്ഞ പടം ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും റിലീസിന് എത്തിക്കുന്ന ഏഷ്യൻ സുരേഷ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഇത് ഡിസംബർ 27 കൊടുത്തിട്ടുള്ളത്. 25 മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ മാത്രം 27 പുറത്തിറങ്ങുന്ന അറിയില്ല. പിന്നെ ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സിദ്ധു അഭിനയിക്കുന്ന പടം ഏപ്രിൽ 10 2025 റിലീസ് ആവുന്നുള്ള അറിയിച്ചു. പിന്നെ പ്രേമപ്രാന്ത് തന്നെ ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. നീം പോലെയാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. പിന്നെ മ്യൂസിക് ചെയ്യുന്ന ഈശാൻ ജബ്ര എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. പിന്നെ ഡയറക്ഷൻ ചെയ്യുന്നത് കലാഭവൻ പ്രചോദാണ്. ഈ കഥ എഴുതിയിട്ടുള്ള എബ്രിഡ് ഷൈനാണ്. എന്തായാലും നല്ല പടം തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ വണങ്കം എന്ന് പറഞ്ഞ പടത്തിന്റെ ഓഡിയോ ലോഞ്ച് എന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ 2 പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഓഡിയോ ഫ്രം ടുമാറോ എന്നുള്ളതും ഓഡിയോ ഫ്രം ടുഡേ എന്നുള്ള രീതിയിൽ. എന്തായാലും പടം ജനുവരി 10 2025 റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ ബോട്ടിൽ രാധ എന്ന് പറഞ്ഞ പടത്തിന്റെ ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ ജനറൽസ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പടം ജനുവരി 24 2025 റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ മുഫാസ ദ ലയൺ കിങ് എന്ന് പറഞ്ഞ പടത്തിന്റെ തെലുങ്ക് വെർഷനിൽ മഹേഷ് ബാബു ആണ് ഡബിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രം കുറേ ടിക്കറ്റാണ് അവിടെ വിറ്റുപോയിട്ടുള്ളത്. അത് മാത്രമല്ല 2 സ്ഥലത്തോട്ടം കട്ടൗട്ട് വെച്ചിട്ടുണ്ട്. ഈ മുഫാസ എന്ന് പറഞ്ഞ പടത്തിന്റെയും അതേമാതിരി മഹേഷ് ബാബുവിനെയും കൂട്ടിച്ചേർത്തിട്ടുള്ള രീതിയിൽ. പിന്നെ സംക്രാന്തി വസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള വെങ്കടേഷ് അഭിനയിക്കുന്ന പടം. മീനാക്ഷി ചൗധരിയാണ് അതിൽ നായിക എത്തുന്നത്. അവിടുത്തെ മീൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങാൻ പോവുകയാണ് ഡിസംബർ 19 എന്ന് വെച്ചാൽ നാളെ. എത്ര മണിക്കാണെന്നുള്ള അറിഞ്ഞിട്ടില്ല. പിന്നെ ആ പടത്തിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ദിൽരാജിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ പടത്തിൽ തന്നെ ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് വേറെ. പിന്നെ മാമൻ എന്ന് പറഞ്ഞിട്ട് സൂര്യ അഭിനയിക്കുന്ന പടത്തിന് പൂജ കടന്നിരുന്നു. അപ്പോൾ ആ പടത്തിലെ നായിക എത്തുന്നത് ഐശ്വര്യലക്ഷ്മിയാണ്. അപ്പോൾ കുറച്ച് സ്റ്റിൽസോ കിട്ടിയിട്ടുണ്ടായിരുന്നു പൂജയുടെ. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ജി സ്ക്വാഡിന്റെ 3ാമത്തെ പടം അനൗൺസ് ചെയ്യാൻ പോവുകയാണ് ഇന്ന് 5 മണിക്ക്. എന്ന് വെച്ചാൽ ലോകേഷ് അനരാജിന്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അതിലത്തെ 2ാമത്തെ പടം എന്ന് പറയുന്നത് ബെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള രാഘവ ലോറൻസിന്റെ പടമാണ്. അതിന്റെ കഥ എഴുതിയിട്ടുള്ളത് ലോകേഷ് അനരാജ് തന്നെയാണ്. ഇതിന്റെ ആരെ എഴുതിയിട്ടുള്ളതെന്ന് അറിയില്ല. എന്തായാലും 5 മണിക്ക് അറിയാം. നോർമൽ ആക്ഷൻ പടാവില്ല എന്നുള്ളതാണ് തോന്നുന്നത് പോസ്റ്റർ കണ്ടിട്ട്. പിന്നെ ദ റോഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്ററി സീരീസ് വരുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിലൂടെ ജനുവരി 17. രാകേഷ് റോഷൻ അതേമാതിരി രാജേഷ് റോഷൻ പിന്നെ ഹൃതിക് റോഷന്റെ ഒക്കെ ഒരു കഥമാതിരി പോകുന്ന ഒരു ഡോക്യുമെന്ററി സീരീസ് ആണ്. പിന്നെ കാതലിക്ക നേരമില്ല എന്ന് പറഞ്ഞിട്ടുള്ള പടം ജയരവിയും നിത്യമേനോനും അഭിനയിക്കുന്ന പടമാണ്. അവിടുത്തെ സെക്കൻഡ് സിംഗിൾ വരാൻ പോവാണ്. ലെവൻഡർ നേരമേ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. 5 മണിക്കാണ് പാട്ട് വരിക. പിന്നെ രാമചന്ദ്ര ബോസൻകോ എന്ന് പറഞ്ഞിട്ടൊരു പടം വന്നിരുന്നു നീംപോളുടെ. ആ പടത്തിന്റെ OTT റേസ് ഇതുവരെ വിറ്റുപോയിട്ടില്ല എന്നുള്ളത് ഡിസ്റ്റിൻ സ്റ്റീഫൻ കൺഫേം ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഫ്യൂച്ചറിൽ OTTയിൽ വരുന്നുണ്ടാവും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ജനഗണമന പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം. അത് ജസ്റ്റ് ഒരു 2 ഉണ്ടാവണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ 2 ഇറക്കാനുള്ള ഒരു ഇതുണ്ട് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. അല്ലാതെ 2 ഇറക്കണം എന്നുള്ള രീതിയിൽ വെച്ചിട്ടുള്ളതല്ല എന്നുള്ളത് സുരാജ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാർക്കം എന്ന് പറഞ്ഞ ഉണ്ണിമന്തന്റെ പടത്തിന്റെ ഒരു ഫാൻമെയ്ഡ് പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. 3 days to go എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ടുള്ളതാണ്. പിന്നെ പടത്തിന്റെ ഓസ്ട്രേലിയയിലത്തെ തിയേറ്റർ ലിസ്റ്റൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഞാൻ പടത്തിന്റെ റൺ ടൈം വന്നിരുന്നു. അതിൽ ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂർ 24 മിനിറ്റ് എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. സെക്കൻഡ് ഹാഫ് 1 മണിക്കൂർ 1 മിനിറ്റ് എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ള നിതിനും ശ്രീലീലും മെയിൻ കഥാപാത്രം എത്തുന്നതാണോ. ആ പടത്തിന്റെ ഫസ്റ്റ് റിലീസ് അറിയിച്ചിരുന്നത് ഡിസംബർ 20 എന്നുള്ളതാണ്. പിന്നെ ഡിസംബർ 25 ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കൺഫേം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡിസംബർ 25 പടം റിലീസ് ആവില്ല, വേറെ റിലീസ് ഡേറ്റ് ആയിരിക്കും. മിക്കവാറും ഇപ്പോൾ 2025 റിലീസ് ഉണ്ടാവുക. ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ കുമ്പളങ്കി നൈറ്റ്സ് എന്ന് പറഞ്ഞ ടീമിന്റെ ഒപ്പം നെസ്ലിന് ഒരു പടം ഉണ്ടാവും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. റൂമറായി പോയിരുന്നതാണ്, എന്താവുന്നുള്ള കണ്ടന്റ് അറിയണം. പിന്നെ വിടുതലെ പാർട്ട് 2 എന്ന് പറഞ്ഞ പടത്തിന്റെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. ഡിസംബർ 20 പടം റിലീസ് ആവുന്നത്. പിന്നെ പടത്തിന് A സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് വന്ന ഒരു പോസ്റ്റിന്റെ അടിയിൽ വിടുതലെ പാർട്ട് 2 A എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ റൺ ടൈമായി പറഞ്ഞു കേൾക്കുന്നത് 2 മണിക്കൂറും 52 മിനിറ്റും 33 സെക്കൻഡാണ്. അത് ഒഫീഷ്യലി അതിന്റെ സെൻസർ ബോർഡ് റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്.
അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇതിൽ കട്ടിങ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, റീപ്ലേസ്മെന്റും വന്നിട്ടില്ല, വേറെ എക്സ്ട്രാ കുത്തി കയറ്റിയിട്ടില്ല. ഇതിൽ വന്നിട്ടുള്ള സംഭവങ്ങൾ എന്ന് വെച്ചാൽ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ചിലത്, പിന്നെ ചിലത് മോഡിഫൈ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. അതിന്റെ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എടുത്തു പറയുന്നില്ല വേറെ വെറൈറ്റി. പിന്നെ RRR ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബിഹൈൻഡ് സീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവം വരുന്നത് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അത് ഡിസംബർ 20 വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത് ചില സെലക്ടഡ് തിയേറ്ററിൽ ആയിരിക്കും ഈ സംഭവം പുറത്തിറങ്ങിയെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട് ഡിസംബർ 20. പിന്നെ ഇത് രാജാസാബ് എന്ന് പറഞ്ഞിട്ടുള്ള പടം പ്രഭാസ് അഭിനയിക്കുന്നതാണ്. ആ പടം ഏപ്രിൽ 10 റിലീസാവുന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഏപ്രിൽ 10 ഉണ്ടാവില്ല, അത് പോസ്റ്റ്പോൺ ചെയ്യുന്നുള്ളതാണ് കേൾക്കുന്നത്. കാരണം പ്രഭാസിന് ഇപ്പോൾ എന്തോ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതിൻ്റെ റെസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ലാഗ് വരും. അപ്പോൾ എന്തായാലും ഏപ്രിൽ 10 റിലീസാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ കേൾക്കുന്നത്. പിന്നെ ടൊവിനോ തോമസിൻ്റെ നരിവേട്ട എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിരുന്നു. ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പാക്കപ്പ് അതിൻ്റെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കാൻ ഞാൻ. പിന്നെ വിടാമുയർച്ചി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ബാക്കി ഷൂട്ടിനായിട്ട് ബാങ്കോക്കിലേക്ക് തൃശ്ശിയും അതേമാതിരി അജിത് കുമാറും പോയിന്റ് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് അവിടുന്ന്. എന്തായാലും ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പടത്തിൻ്റെ റിലീസ് ജനുവരി 9 ആയിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ജനുവരി 10 എന്നുള്ളതായിരുന്നു മുന്നേ കേട്ടിരുന്നു. ഇപ്പോൾ 9 എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്തായാലും കൺഫർമേഷൻ വരെ തരുന്നവരെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഫോട്ടോസ് കിട്ടിയുള്ളതിൽ അജിത് കുമാർ കോട്ട് ഷൂട്ടൊക്കെ ഇട്ടിട്ടാണ്. ഇത് കാണുമ്പോൾ ഒക്കെ ജെയിംസ് ബോണ്ടാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നുള്ള താഴെ കമന്റ് ചെയ്യുന്നതായാലും. പിന്നെ സിക്കന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള അറുമുഖ ദിവസം സൽമാൻ വെച്ചെടുക്കുന്ന പടത്തിന്റെ ടീസർ ഈ ഡിസംബർ 27 വരെ എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൽമാന്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ ഈ അറുമുഖ ദിവസം തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ശിവാർത്തിൻ്റെ പടമുണ്ട്. ശിവാർത്തിൻ്റെ 23 SK23. അപ്പോൾ അതിന്റെ ടീസർ ഈ പൊങ്കലിന് ഉണ്ടാവും എന്നുള്ളതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടറിയാം എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അറുമുഖ ദിവസത്തിന്റെ കുറച്ച് കാലത്തിന് ശേഷമുള്ള തിരിച്ചുവരവാണ് ഡയറക്ഷനിക്ക്. രണ്ടും ഗംഭീരാവട്ടെ. പിന്നെ തുടരെന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലിന്റെ അടുത്ത് വരാൻ പോണ പടം എന്ന് വെച്ചാൽ ബറോസിന് ശേഷം ജനുവരി 30 വരാൻ പോണ പടമാണ് തുടരെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഭരദ്വാജ് രംഗൻ എന്ന് പറഞ്ഞ ആള് മോഹൻലാലിനെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. ഗലാട്ട പ്ലസ് എന്ന് പറഞ്ഞ ചാനലിൽ വരുന്നതാണ് ആളുടെ. അപ്പോൾ അതിൽ വെച്ചിട്ട് മോഹൻലാൽ 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിന്റെ ആദ്യത്തും അതേമാതിരി അവസാനത്തെയും ഡയറക്ഷൻ ആയിട്ടുള്ള പടമായിരിക്കും ഈ ബറോസ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ബറോസാണ് ആളുടെ ഫസ്റ്റത്തെ ഡയറക്ഷനിൽ വരാൻ പോണ പടം. ഇനി ഒരു ഡയറക്ഷൻ ആൾ ചെയ്യില്ല എന്നുള്ളതാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആ ഇന്റർവ്യൂവിൽ വെച്ചിട്ട് തന്നെ ജിത്തു മാധവനായിട്ടുള്ള പടം ഉണ്ട് എന്നുള്ള കൺഫേം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആളുടെ തുടരെന്ന് പറഞ്ഞിട്ടുള്ള പടം ഇനി വരാൻ പോണത് ഒരു പുതിയ ഡയറക്ടറിനെ ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി ആവശ്യത്തിന്റെ ഡയറക്ടറായിട്ട് ആൾ ചെയ്യേണ്ടത് എന്നുള്ളത് ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോട് കൂടിയിട്ട് അത് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ആസിഫ് അലിയും ജിത്തു ജോസഫും അപർണ ബാലമുരളിയും ഒന്നിക്കുന്ന പടം. ആ പടത്തിന്റെ ഷൂട്ടിംഗ് ജനുവരിയിൽ സ്റ്റാർട്ട് ആവുന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ആട് 3 എന്ന് പറഞ്ഞിട്ടുള്ള പടം ഏപ്രിൽ 2025 ഷൂട്ട് സ്റ്റാർട്ട് ആവുന്നുള്ള കേൾക്കുന്നുണ്ട്. ജയസൂര്യൻ ഇനി വരാനുള്ള കത്തനാർ എന്ന് പറഞ്ഞ പടമാണ്. അതിന് ശേഷം ചിലപ്പോൾ മിക്കവാറും ഈ ആട് 3 തന്നെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. എന്തായാലും ബിഗ് ബഡ്ജറ്റിലായിട്ട് വരുന്ന പടമാണ് ആട് 3 എന്ന് പറഞ്ഞ പടം. ഫസ്റ്റ് സെക്കൻഡിന്റെ പോലല്ല. പിന്നെ പ്രാവീൺകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ 6 മണിക്ക് വരുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. സോബിൻ ഷായർ, ബേസിൽ ജോസഫ്, ചെമ്പമീൻ അതൊക്കെ മെയിൻ കഥാപാത്രം എത്തുന്ന പടമാണ്. പിന്നെ MMN മമ്മൂട്ടി, മോഹൻലാലും, മഹേഷ് നാരായണനും പടം. ആ പടത്തിന്റെ ബഡ്ജറ്റ് 100 കോടി എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.